യൂണിറ്റ് 1 ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും. ശീർഷകത്തിന്റെ ഔചിത്യം. ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും അതിൻ്റെ അർത്ഥത്തിലും അർഹതയിലും ഏറെ അനുയോജ്യമാണ്. ഇത് ഏറെ പ്രസക്തവും കാര്യബോധവും ഉള്ളതാണ്. ഭാഷയുടെ ആകർഷതയും ഉന്മേഷവും ഈ ശീർഷകം മനോഹരമായി പ്രതിഫലിപ്പിക്കുന്നു. ഇതിൽ ഭാഷയെ പൂവുപോലെ വീഴ്ചയില്ലാതെ വളർന്നതായും അതിൻ്റെ സുഗന്ധം പോലെ സംസ്കാരം സമൂഹത്തിൽ തളിർത്തെഴുന്നേറ്റതായും സൂചിപ്പിക്കുന്നു. ഭാഷ പൂക്കുക എന്നത് ഭാഷയുടെ വളർച്ചയെയും സമൃദ്ധിയെയും സൂചിപ്പിക്കുന്നു. ഒരു സമൂഹം തൻ്റെ മാതൃഭാഷയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമ്പോൾ ആ ഭാഷ സുന്ദരമായ ശൈലി, ശബ്ദങ്ങൾ, സാഹിത്യം എന്നിവ കൊണ്ട് പുഷ്പിക്കുന്നു. അതിലൂടെ ആ ഭാഷ വാചാലവും സമൃദ്ധവുമാകുന്നു. സംസ്കാരം തളിർക്കുക എന്നത് ആ സമൂഹത്തിലെ ആചാരങ്ങളും നൈതിക മൂല്യങ്ങളും വളരുന്നതായി സൂചിപ്പിക്കുന്നു. തളിർത്തു എന്നത് ഭാഷയുടെ പുതുജീവിതം, പുതുതലമുറയിലേക്ക് എത്തുന്ന വളർച്ച എന്നിവയെക്കുറിച്ച് പരാമർശിക്കുന്നു. ഭാഷ സംസ്കാരത്തിൻ്റെ വാഹനമാണ്. ഭാഷയുടെ പരിപോഷണം വഴി ആ സംസ്കാരവും തലമുറകളിലേക്ക് സ്നേഹപൂർവ്വം പകരപ്പെടുന്നു. ഉപേക്ഷിക്കപ്പെടുന്ന ഭാഷ പുനരുജ്ജീവിപ്പിക്കുമ്പോൾ അതിന് തളിർപ്പ് തുടങ്ങുന്നു. ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്ന ശീർഷകം കാവ്യാത്മകതയും വാചാലതയും നിറഞ്ഞതായതിനാൽ വായനക്കാരൻ്റെ മനസ്സിൽ ഭാവനയുടെ പൂക്കൾ വിരിയുന്നു. ഈ ശബ്ദ സൗന്ദര്യം ഭാഷയോടുള്ള സ്നേഹവും അടുപ്പവും വളർത്തുന്നു. പൂത്തും തളിർത്തും എന്ന സന്ദർഭം പ്രകൃതിയിലെ വിരിയലിനെയും അതിൻ്റെ സജീവ വളർച്ചയെയും സൂചിപ്പിക്കുന്ന മനോഹര പ്രതീകമാണ്. മാതൃഭാഷയുടെ വിപുലത സംരക്ഷിക്കപ്പെടുമ്പോൾ അതിൻ്റെ വളർച്ചയെയും അത് പ്രതിപാദിക്കുന്നു. അതിനാൽ ഈ ശീർഷകം ഭാഷയും സംസ്കാരവും തമ്മിലുള്ള അമൂല്യബന്ധം വളരെ കൃത്യതയോടെയും ചിന്താപൂർവമായും പ്രകടമാക്കുന്നു. ഭാഷ പുഷ്പിക്കുമ്പോൾ സംസ്കാരവും അതിനൊപ്പം വളരുന്നു എന്ന മഹത്തായ സത്യം കൂടി ഈ ശീർഷകം പ്രകാശിപ്പിക്കുന്നു. ഇതുകൊണ്ട് ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്ന ശീർഷകം അതിൻ്റെ ആശയവുമായി ഉചിതമായ ആശയസമ്പൂർണത പുലർത്തുന്നു. കഥ മാത്രമല്ല, എല്ലാം വൈകാരികമായി അവതരിപ്പിക്കാൻ ഭാഷ വേണം, മാതൃഭാഷ വേണം. ചർച്ച ചെയ്യുക. OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം മലയാള സാഹിത്യത്തിലെ ഭാഷാശൈലിയും കഥാപരമായ സമൃദ്ധിയും ചേർന്നു നിൽക്കുന്ന അതുല്യ സൃഷ്ടിയാണ്. ഈ കൃതിയിൽ ഭാഷ വെറും ആശയങ്ങൾ കൈമാറുന്ന മാധ്യമമെന്ന നിലയ്ക്ക് മാത്രമല്ല, മറിച്ച് ഒരു സവിശേഷ ലോകം സൃഷ്ടിക്കുന്ന ശക്തിയായി പ്രവർത്തിക്കുന്നു. അതിനാൽ ഈ നോവൽ ഭാഷയുടെ സൗന്ദര്യത്തിൻ്റെയും അതിൻ്റെ ആഴത്തിൻ്റെയും അപൂർവമായ ഉദാഹരണമായി കരുതപ്പെടുന്നു. കഥ മാത്രമല്ല, ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും ഓർമ്മകളും മാനസിക അവസ്ഥകളും സമർപ്പണത്തോടെയും ആത്മാർത്ഥതയോടെയും അവതരിപ്പിക്കാനാവേണ്ടത് ഭാഷയുടെ ശക്തിയിലൂടെയാണ്. എന്നാൽ ആ ഭാഷയെ അതിൻ്റെ മുഴുവൻ ചാരുതയോടെ ഉപയോഗിക്കാൻ കഴിയുന്നത് മാതൃഭാഷയിലൂടെയാണെന്ന് കാണാം. മാതൃഭാഷയിലാണെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിലെ ആഴത്തിലുള്ള വികാരങ്ങൾ പോലും ആശയങ്ങൾക്കും യഥാർത്ഥ രൂപം നൽകാൻ കഴിയൂ. മനസ്സിൽ പടരുന്ന സ്നേഹവും ദുഃഖവും ആകാംക്ഷയും അഗാധതയും മാതൃഭാഷയിലല്ലെങ്കിൽ ആസ്വദിക്കാനും പങ്കുവയ്ക്കാനും കഴിയില്ല. അതുകൊണ്ടാണ് ഓരോ മനുഷ്യനും തൻ്റെ മാതൃഭാഷയെ മനസ്സിലാക്കുകയും അതിൽ കഴിവ് നേടുകയും വേണ്ടത്. മാതൃഭാഷ മനുഷ്യൻ്റെ വൈകാരിക ജീവിതത്തെ ഗംഭീരമായി സമ്പുഷ്ടമാക്കുന്നു. അതിനാൽ കഥ പറയുമ്പോഴും കവിത എഴുതുമ്പോഴും അല്ലെങ്കിൽ നിസ്സംഗമായി കാണുന്ന ഒരു വസ്തുവിനെയും ആഴത്തിൽ ബോധപൂർവം അനുഭവിക്കുമ്പോഴും അതിൻ്റെ മുഴുവൻ സത്യം തുറന്നു പറയാൻ കഴിയുന്നത് മാതൃഭാഷയുടെ സഹായത്തോടെയാണ്.
ഒരു വൃക്ഷത്തിന് ഭൂമിയിൽ നിലനിൽക്കാൻ വേരുകൾ എത്രമാത്രം നിർണായകമാണോ അതുപോലെയാണ് മനുഷ്യ ജീവിതത്തിൽ മാതൃഭാഷയുടെ സ്ഥാനം. അത് ആത്മാവിൻ്റെ വേരുകളാണ്. ലോകത്തെ ഉള്ളം കയ്യിൽ കാണുന്ന കുഞ്ഞിൻ്റെ അമ്മ എന്ന ആദ്യ ഉച്ചാരണം മുതൽ അവൻ്റെ ഭാഷാപരമായ യാത്ര ആരംഭിക്കുന്നു. ഏതൊരു സാഹചര്യത്തിലും പ്രയാസകരമായ സന്ദർഭങ്ങളിലും അവനെ ചിന്തിപ്പിക്കുന്നതും ആശയങ്ങൾ അവന് പകർന്നു നൽകുന്നതും അവൻ്റെ ഭാഷയാണ്. താൻ ജീവിതയാത്രകളിലൂടെ സ്വായത്തമാക്കിയ അറിവുകൾ ലോകത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഉദ്ധാനത്തിനായി പകരുകയും തുടർന്ന് വിവിധ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെടുന്നതിൻ്റെയും തുടക്കം ഭാഷയാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ എന്ന് മഹാകവി വള്ളത്തോൾ സൂചിപ്പിക്കുന്നതുപോലെ നാം എത്ര ഉയർച്ചകൾ കീഴ്പ്പെടുത്തിയാലും മറ്റു ഭാഷകൾ എന്നും അതിഥികൾ മാത്രമാണ്. മലയാള ഭാഷ ഇന്ന് ധാരാളം അപജയം നേരിടുന്നുണ്ട്. മറ്റു ഭാഷകളെ സ്നേഹിച്ച് തൻ്റെ ഭാഷയെ പിന്തള്ളുന്ന മാനവരാശി തൻ്റെ സംസ്കാരത്തെ കൂടിയാണ് പിന്തള്ളുന്നത് എന്ന യാഥാർത്ഥ്യം മറക്കുന്നു. തൻ്റെ ഭാഷയാണ് തൻ്റെ ഏറ്റവും വലിയ ആയുധം എന്ന സത്യം മനുഷ്യൻ ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സാംസ്കാരികത, വിശ്വാസങ്ങൾ, ചിന്താശൈലി എല്ലാം ആ ഭാഷയിലൂടെ പകർന്നു കിട്ടുന്നു. ലോകത്തെ തിരിച്ചറിയുന്നതിനും അതിൽ നമ്മുടെ സ്ഥാനം കണ്ടെത്തുന്നതിനും ഭാഷ ഒരു ദിശാബോധമായി മാറുന്നു. ഭാഷയുടെ തണൽ കൂടാതെ മനസ്സിന് ചുമരില്ല. വൈകാരികതയോടെ ജീവിതത്തെ സ്വീകരിക്കാൻ, അനുഭവങ്ങൾ പകർന്ന് അതിലൊരു അർത്ഥം കണ്ടെത്താൻ നമ്മെ പഠിപ്പിക്കുന്നത് ഭാഷയാണ്. വൈകാരികത നിറഞ്ഞ അവതരണത്തിന് ആഹ്ലാദത്തിൻ്റെയും കഷ്ടതയുടെയും താളം പിടിക്കുന്ന ഭാഷ ആവശ്യമാണ്. അതിന് ഏറ്റവും അനുയോജ്യമായത് നമ്മുടെ സ്വന്തം മാതൃഭാഷയാണ്.